ഹലോ! എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ക്രിസ്മസിന് വീട്ടിൽ വന്ന ഗസ്റ്റിന്റെയൊക്കെ മുമ്പിൽ ഞാൻ ശരിക്കും ഒരു സ്റ്റാർ ആയിരിക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് 4 കറികളും പിന്നെ ഒരു ഫ്രൈയും ഒക്കെ ഞാൻ വളരെ കുറച്ച് സമയത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇത് എനിക്ക് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ട്രിക്കിന് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പം ഞാൻ എപ്പോഴും ബൾക്കായിട്ട് ഒരു 2, 3 തേങ്ങ ഇതുപോലെ ചിരകി വെക്കും. അപ്പം ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു 2, 2.5 മുറി തേങ്ങ. 2 തേങ്ങ ഞാൻ ചിരകിയെടുത്തു. ബാക്കി അരമുറിയിൽ ഞാൻ ചെറിയ തേങ്ങാക്കൊത്താക്കി ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ബേസ് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് അതൊന്ന് റോസ്റ്റായി കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു തേങ്ങയും മല്ലിപ്പൊടിയും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് തീ സിമ്മിലേക്ക് മാറ്റി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കും. ഒരു 5 to 7 മിനിറ്റ്സ് എടുക്കും. പക്ഷെ നന്നായിട്ട് ഇനി കളർ ഒന്ന് മാറി ഒരു ഡാർക്ക് കളറായി വരാം. തേങ്ങയുടെ കളറ് അത്യാവശ്യം ഡാർക്കായി വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് ആ ഒരു ചട്ടിയിൽ എല്ലായിടത്തും നല്ല ഈവൻ ആയിട്ട് ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് അവിടെ വെച്ചേക്കാം. ചട്ടിയിൽ ചൂടിൽ കളർ കുറച്ചും കൂടെ ഡാർക്ക് ആയിക്കോളും. എന്നിട്ട് നമുക്കിത് ഫാനിന്റെ ചോട്ടിൽ വെച്ചൊന്ന് തണുപ്പാക്കിയതിന് ശേഷം, അതായത് ചൂട് പോക്കിയതിന് ശേഷം മിക്സിയുടെ ഈ ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചേർക്കേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് ഈ ഒരു ലിക്വിഡ് ഫോമിൽ കിട്ടി. ഇത് ഇനി നമുക്ക് ഇതേപോലെ ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഇതിൽ നിന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രീസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോൾ കറി ഉണ്ടാക്കുന്നോ ആ സമയത്ത് ഈ ഒരു കണ്ടെയ്നർ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരമണിക്കൂറൊക്കെ എടുക്കുന്നത് നമുക്കൊരു 15 മിനിറ്റിന്റെ താഴെ ഉള്ള സമയം കൊണ്ട് നമ്മുടെ കറി അവിടെ റെഡിയാവും. അപ്പം നമുക്കിന്ന് ഇത് വെച്ചിട്ട് ആദ്യം ഒരു ചിക്കൻ വറുത്തരച്ചത് ഉണ്ടാക്കാം. പച്ചക്കറിയൊക്കെ നേരത്തെ ഇതുപോലെ ഓരോ കറിക്ക് വേണ്ടതും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അരിഞ്ഞ് മാറ്റി വെക്കും. അപ്പോൾ എളുപ്പമാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കേണ്ട ദിവസം ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, 3 ഏലക്ക, ഒരു നീളമുള്ള ഒരു കഷ്ണം പട്ട, ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു കഷ്ണം ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സവാള, ഇപ്പോൾ ഞാനൊരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാടൻ കറികൾക്ക് എപ്പോഴും കറിവേപ്പില ഒരു മസ്റ്റാണ്. അപ്പൊ നമ്മൾ കുറച്ച് കറിവേപ്പില ആദ്യം എണ്ണ തിളയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇടായിരുന്നു. ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഭാഗ്യത്തിന് ഓർമ്മ വന്നപ്പോൾ അങ്ങിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒന്ന് നല്ല മൂത്ത് വരുമ്പോഴേക്കും ഒരു നല്ല പഴുത്ത പുളിയുള്ള തക്കാളി പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഫുൾ തക്കാളി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ്. പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളൊക്കെ കുരുമുളക് പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി മല്ലിപ്പൊടിയൊക്കെ ഇടാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് നന്നായിട്ടൊന്ന് തീ സിമ്മിലേക്ക് മാറ്റി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഈ ഒരു കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിപ്പൊടി നമ്മളൊരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചിങ്ങനെ എടുക്കുകയാണ്. ഇപ്പം നല്ല വെന്തിട്ടുണ്ട്, പെട്ടെന്ന് ഉടയും. അങ്ങനെ ചെയ്യുമ്പം ആ ഒരു പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനും നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് ഒരു മയം വരാനും പറ്റും. പെട്ടെന്ന് ഇത് കുക്ക് ആവുകയും ചെയ്യും. അപ്പം നമ്മുടെ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ സ്പാച്ചുലയാണ് ഏറ്റവും നല്ലത്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട്
സിമ്മിൽ തന്നെ വെച്ചൊരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള, നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള, ഇവിടെ ഇപ്പം ഞാനൊരു അര ഗ്ലാസ്സോളം ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചു. അതിനുശേഷം തുറന്നിട്ട് ഞാൻ നമ്മുടെ തയ്യാറാക്കി വെച്ച കോക്കനട്ട് ക്യൂബ്സും കൂടി ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ വറുത്തരച്ചത് റെഡി. അടുത്തത് നമ്മൾ ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ബീഫ് ഞാൻ നേരത്തെ തന്നെ നല്ലോണം ക്ലീൻ ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചെടുത്തു. നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ഉള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് കീറിയത്, പിന്നെ ഒരു അര തക്കാളി, ഇത്രയും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും, ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് പോലും വെക്കണ്ട. അതിന് മുമ്പ് തന്നെ നമുക്കത് കുക്കറിലേക്ക് മാറ്റി ബീഫ് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളവും ചേർത്ത് നമുക്ക് ഒരു 7 വിസിലാണ് ഞാൻ സാധാരണ വെക്കാറ് കേട്ടോ. അപ്പോൾ 7 വിസിൽ കുക്ക് ചെയ്യാൻ വെച്ചു. ഈ ഒരു ടൈം കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇത്രയൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചു. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാളയും ഒരൊറ്റ പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോൾ ഒരു പഴുത്ത പുളിയുള്ള പകുതി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീഫിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മുടെ ഗ്രേവിന്റെ ആവശ്യം അനുസരിച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ നിന്ന് നമുക്ക് അടച്ചു വെക്കാനോ അല്ലെങ്കിൽ പകർന്ന് കളയാനോ പോകരുത്. വറ്റിച്ചൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഇങ്ങനെയാവും. 10 മിനിറ്റിന് താഴെയുള്ള സമയം തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച കോക്കനട്ട് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുത്താൽ സാധാരണ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിലും കട്ടിയും ടേസ്റ്റിയാണ് ഇത്. ഇതൊന്നൊരു 2-3 എണ്ണം ഇട്ടാൽ മതി, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു വെളുത്തുള്ളിന്റെയും തേങ്ങാക്കൊത്തിന്റെയും കറിവേപ്പിലേന്റെയും മിക്സ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി. ഇനി നല്ല കുരുമുളക് ഇട്ട ഒരു ഡക്ക് മപ്പാസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡക്ക് പീസസിലേക്ക് ഞാൻ ഒരു അര ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരൊറ്റ പച്ചമുളകും, ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഇടാൻ, ചെറുതാണെങ്കിൽ ഇപ്പൊ ഞാൻ വലുതാണ് എടുത്തത് അപ്പോൾ ഒറ്റ ഒരെണ്ണം മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റിൽ താഴെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല വാടി വരുമ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്തു. സവോള ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നമ്മളൊന്ന് വാട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നല്ല പഴുത്ത പുളിയുള്ള ഒരു ഫുൾ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഡക്ക് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഡക്കിന്റെ മാരിനേഷന്റെ ടൈം കഴിയും. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച കോക്കനട്ട് ക്യൂബ്സും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 7 വിസിൽ കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡക്ക് മപ്പാസ് റെഡി ആയിരിക്കും. ഇത് വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ മേലെ തൂകിയാൽ നല്ല ടേസ്റ്റിയാണ്. ഇനി അടുത്തത് നമുക്കൊരു പോർക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റെസിപ്പി. അപ്പൊ ഞാൻ പോർക്കിലേക്ക് കുറച്ച് ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റിൽ താഴെ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചു. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ തേങ്ങ കൊത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതും നന്നായി വറുത്ത് വരുമ്പോൾ നമുക്ക് സവാളയും കൂടെ ചേർത്ത് നമ്മുടെ പച്ചമുളകും തക്കാളിയും ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല ചേർത്ത് ഒന്ന് അതിന്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്കും ചേർത്ത് നമ്മുടെ കോക്കനട്ട് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി. എന്നിട്ട് നമുക്ക് കുക്കറിന്റെ വിസിൽ അടച്ച് ഒരു 7 വിസിലിൽ കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി A1 സ്റ്റൈലില് പോർക്ക് റോസ്റ്റ് റെഡിയാണ്. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് സവോളയും കൂടെ ചേർത്ത് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്താൽ നല്ലതാണ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഒരു നോൺ വെജ് പൊതിച്ചോറാണ് കേട്ടോ ക്രിസ്മസിന് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ 4 കറികളും ഉണ്ടാക്കാൻ എനിക്ക് ആകെ എടുത്തത് 1 മണിക്കൂറാണ്. കാരണം ഈ ഒരു കോക്കനട്ട് ക്യൂബ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു, അതേപോലെ പച്ചക്കറിയൊക്കെ നേരത്തെ ഒന്ന് അരിഞ്ഞു വെച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഈ ഒരു 4 കറികളും ഒരുമിച്ച് ഉണ്ടാക്കിയത്. ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ, മെസ് ഫ്രീ കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.